ഈ വഖഫ് ഭേദഗതി ബിൽ തിടുക്കത്തിൽ പാസ്സാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. ഡൽഹി ഇലക്ഷന് മുമ്പായി തന്നെ ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭ്യമാകുന്നു. ഇപ്പോൾ ഈ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയം അവസാനിച്ചു. ഒരു 48 മണിക്കൂർ കൂടി നൽകിയിട്ടുണ്ട്. അത് പോരാ എന്നിപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ UDF-നകത്ത് ഇപ്പോഴും ഒരു അവ്യക്തത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ ബോധ്യമായി. കാരണം ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇപ്പോഴും എന്താണ് ഈ വഖഫ് ഭേദഗതി ബിൽ എന്നതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. അതിനനുകൂലമായി വോട്ട് ചെയ്യും, നീതിയുക്തമായ തീരുമാനത്തിനൊപ്പമായിരിക്കും താനും തൻ്റെ പാർട്ടിയും എന്ന് ഫ്രാൻസിസ് ജോർജ് MP ഇന്നലെ പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ ധൃതി? അപ്പം UDF-നകത്ത് ഇപ്പോഴും ഇതിനകത്തൊരു വ്യക്തത വന്നിട്ടില്ല എന്ന വിഷയമാണ് ഉണ്ടായി സംസാരിക്കുന്നത്. അജിംസ്, ഈ തിടുക്കം എന്തിനാണ്? അപ്പം UDF-നകത്ത് എന്താണ് ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയാത്തത്? തിടുക്കത്തെക്കുറിച്ച് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിൽ JPC വരുന്നത്, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ JPC വരുന്നത് ആദ്യമാണ് വഖഫ് ഭേദഗതി ബില്ലാണ്. അത് ഒരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ഒരു വിഷയത്തിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പരിശോധിക്കുക എന്നുള്ളത് ജനാധിപത്യപരമാണ്. അങ്ങനെ ജനാധിപത്യത്തിന് കേന്ദ്ര സർക്കാർ വഴങ്ങിക്കൊടുത്ത കഴിഞ്ഞ 10 വർഷത്തിലെ ആദ്യത്തെ സന്ദർഭമാണ്. മറ്റു നമ്മൾ കാർഷിക ബില്ലിൽ ജനകീയ പ്രൊട്ടസ്റ്റിനെ തുടർന്നാണ് അത് ഷെൽഫ് ചെയ്തത്. ഇത് അങ്ങനെയല്ല. ഇതൊരു പാർലമെൻ്ററി നടപടിയുടെ ഭാഗമായി ഒരു JPCക്ക് ആ ബില്ല് പരിശോധിക്കാൻ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് വേറൊരർത്ഥത്തിൽ മോദി സർക്കാരിൻ്റെ ഒരു ഇമേജ് വെച്ച് അത് അവരെ സംബന്ധിച്ചൊരു തോൽവിയാണ്. സാധാരണ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്ത് പാർലമെൻറ്റിൽ വായിക്കുകയാണ് ചെയ്യാറുള്ളത്, ബില്ല് പാസ്സാക്കി വിടുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബില്ല് പാസ്സാക്കുക. ഇതൊക്കെയാണ് പാർലമെൻറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ തോറ്റു നിൽക്കെ ആണ് ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ച് പുതിയ വിഷയങ്ങളൊന്നുമില്ല. ഡൽഹി തെരഞ്ഞെടുപ്പ് വിൻ ഓവർ ചെയ്യാൻ പുതിയ വിഷയങ്ങളില്ല. ഉള്ളതൊരു പഴയ വിഷയമായ ഡൽഹി മദ്യനയ അഴിമതി കേസാണ്. അതിൽ കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടു എന്നുള്ളത് BJPക്ക് അത് ഗുണമാണോ ഉണ്ടാക്കുക ദോഷമാണോ ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് അതിനെക്കുറിച്ച് തീർച്ചയില്ല. ഒരു അഴിമതിക്കാരൻ എന്നൊരു ഇമേജ് കെജ്രിവാൾ പേറുന്നുണ്ടോ? അഴിമതി വിരുദ്ധ കുരിശുദ്ധത്തിൻ്റെ പതാക വാഹകനായിരുന്ന കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ഒരു ഹീറോയിക് പരിവേഷത്തോടെയാണോ, അതല്ല ജയിലിൽ കിടന്നൊരു മുഖ്യമന്ത്രി എന്നൊരു വില്ലൻ പരിവേഷത്തോടെയാണോ എന്ന് കൃത്യമായി അളക്കാൻ BJPക്ക് സാധിക്കുന്നില്ല. BJP നേതാക്കൾ ഇപ്പം ഇന്ന് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ പർവേസ് വർമ്മ ഇന്ന് നമുക്കൊരു ബൈറ്റ് തന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് കെജ്രിവാളിന് കെട്ടിവെച്ച കാശ് കിട്ടില്ല, 3ാം സ്ഥാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം മത്സരിക്കുന്നതെന്നാണ്. അതൊരു അമിത ആത്മവിശ്വാസത്തിൽ പറയുന്നതാണ്. കാരണം കെജ്രിവാളിൻ്റെ ജനപിന്തുണയെക്കുറിച്ച് ഇവർക്ക് വ്യക്തമായ ഗ്രാഹ്യമില്ല. അപ്പോൾ അവർക്കൊരു ഇലക്ഷൻ ഇഷ്യൂ ഉണ്ടാക്കണം. ഡൽഹിക്ക് വേണ്ടി ഇലക്ഷൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ പണിയാൻ രാമക്ഷേത്രമില്ല, ഇനി തകർക്കാവുന്ന അമ്പലങ്ങളുടെ ലിസ്റ്റ് പൊടുന്നതിനില്ല. കാരണം സുപ്രീം കോടതി എന്ത് ചെയ്യുകയാണ്? പള്ളികളുടെ അത് വിലക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിക്കടിയിൽ വിഗ്രഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ എളുപ്പം എടുത്ത് ഉപയോഗിക്കാവുന്ന തുറപ്പുചീട്ടുകൾ BJPക്ക് ഡൽഹി ഇലക്ഷനിൽ ഇല്ല. അപ്പോൾ എന്ത് വേണം? കയ്യിലിരിക്കുന്ന വഖഫ് ബില്ല് എടുത്ത് ഉപയോഗിക്കണം. വഖഫ് ബില്ല് അങ്ങനെ എടുത്ത് ഉപയോഗിക്കാനും പറ്റില്ല. വഖഫ് ബില്ല് ഉപയോഗിക്കാതിരിക്കാൻ അത് JPCയുടെ പരിഗണനയല്ല. JPC എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ക്രമപ്രവൃദ്ധമായ സ്ക്രൂട്ടിനിയിലൂടെ ആ ബില്ലിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? 48 മണിക്കൂർ JPC അംഗങ്ങൾക്ക് സമയം കൊടുത്ത് നിങ്ങൾ പെട്ടെന്ന് അഭിപ്രായം എഴുതി അറിയിക്കണമെന്ന് പറയുകയാണ്. 48 മണിക്കൂർ നമുക്ക് ആ ബില്ല് പഠിച്ച് വായിച്ച് അതിലെന്താണ് ലീഗൽ അഡ്വൈസ് തേടി അത് റിസർച്ച് ചെയ്ത് അതിനൊരു മറുപടി കൊടുക്കാൻ അതിന് JPC അംഗങ്ങൾക്ക് സമയമില്ല. അതിൻ്റെ സമയം ഇന്നലെ അവസാനിക്കുകയും ചെയ്തു. അപ്പോഴാണ് രാജയെ പോലുള്ള JPCയിലെ മുതിർന്ന അംഗങ്ങൾ സമയം നീട്ടി നൽകണം, ജനുവരി 30 വരെ നീട്ടി നൽകണം പറഞ്ഞ് കത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് പൊടുന്നനെ പാസ്സാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പൊടുന്നനെ ഒരു റിപ്പോർട്ട് കൊടുത്ത് പാർലമെൻറ്റിലേക്ക് വയ്ക്കുക, അതിൽ വിവാദമുണ്ടാക്കുക. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ത് ചെയ്യുകയാണ്? വഖഫ് ബില്ലിലെ ഭേദഗതിയെ എതിർക്കുകയാണ്. അവർക്ക് മറ്റേ വോട്ട് ബാങ്കാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞൊരു കോലാഹലമുണ്ടാക്കി അങ്ങനെ ഒരു ക്യാമ്പയിൻ വിൻ ഓവർ ചെയ്ത് കളയാം എന്ന BJPയുടെ തന്ത്രം മാത്രമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നിരിക്കെ UDF-ലെ ഒരു ഘടകകക്ഷിയുടെ MP അദ്ദേഹം മുനമ്പത്തെ സമരത്തിൻ്റെ 100ാം ദിവസം അവിടെ പോയി. UDF-ലെ ഘടകകക്ഷികൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് മുനമ്പം വിഷയത്തെക്കുറിച്ച്. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF-ലെ ഘടകകക്ഷികൾക്ക് അക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്, ഏകാഭിപ്രായമുണ്ട്. ഒന്ന്, അതൊരു വഖഫ് ഭൂമി പ്രശ്നമല്ല, പകരം ഒരു ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ച് വഖഫ് ബോർഡും ഹൈക്കോടതിയും തമ്മിലുള്ള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. വഖഫ് ഭേദഗതി ബിൽ വന്നാലും നിലവിലുള്ള നിയമം നിലനിന്നാലും മുനമ്പത്തെ പ്രശ്നത്തെ അത് ബാധിക്കുന്നേയില്ല. കാരണം നിലവിൽ അത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയും ചെയ്യുകയാണ്. എന്നിരിക്കെ
അത് പരിഹരിക്കാനുള്ള മാർഗം UDF അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ പറയുക, അത് പിൻപറ്റുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഫ്രാൻസിസ് ജോർജിനെ പറ്റി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അദ്ദേഹം കേരള കോൺഗ്രസിലെ ഏറ്റവും മാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം, പിന്നെ KM ജോർജ് എന്ന ഒരു വലിയ ടവറിംഗ് ലീഡറുടെ മകൻ എന്നൊരു ലെഗസി, ഇതൊക്കെ വെച്ച് ഫ്രാൻസിസ് ജോർജിന് വലിയ ബഹുമാനം സമൂഹത്തിൽ പാർട്ടി ഭേദമന്യേ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ എന്തിന് അദ്ദേഹം അത് അവിടെ പോയി അങ്ങനെ പ്രസംഗിച്ചു? കാരണം ഈ ഇതിൽ ഏറ്റവും കൂടുതൽ കൈ പൊള്ളാൻ സാധ്യതയുള്ളൊരു UDF ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് പോലും വളരെ ശക്തമായൊരു നിലപാട് മുനമ്പത്ത് സ്വീകരിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സാദിഖലി തങ്ങളാവട്ടെ, PK കുഞ്ഞാലിക്കുട്ടിയാവട്ടെ, മറ്റേത് നേതാക്കളും മുനമ്പം വിഷയത്തിൽ സാമുദായിക സൗഹാർദ്ദം തകരരുത്, അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് UDFനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വളരെ ബാലൻസിങ് ആയിട്ടുള്ള കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുകയും സാമുദായിക സൗഹാർദ്ദം തകരാതിരിക്കാൻ വേണ്ടിയുള്ള സോഷ്യൽ ക്യാമ്പയിനിങ് നടത്തുകയും കൂടി ചെയ്യുകയാണ്. വേറൊരു തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പോലും നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെ കാണാത്ത രീതിയിൽ. ക്രിസ്മസിന് ചക്കാലക്കൽ ബിഷപ്പിനെ സാദിഖലി തങ്ങൾ പോയി കാണുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഈ വിഷയത്തെ കത്തിക്കാതെ, ഫ്ലെയർ അപ്പ് ചെയ്യാതെ വളരെ ബാലൻസിങ് ആയിട്ട് UDF തന്നെ, കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ, എല്ലാവരും കൊണ്ടുപോകുമ്പോൾ ഒരു ഘടകകക്ഷിയിൽ അതിൽ ഏറ്റവും മാന്യനും പക്വമതിയും വിവേകശാലിയും എന്ന് കരുതപ്പെടുന്ന ഒരാൾ നേരെ തിരിച്ച് പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് ആ തെറ്റ് മനസ്സിലായി, മണിക്കൂറുകൾക്ക് മനസ്സിലായെന്നാണ് നാം കരുതുന്നത്. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ മൈക്കിന് മുമ്പിൽ അദ്ദേഹം വിശദീകരിക്കണം. ആ വിശദീകരണത്തിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട്. ആ വിശദീകരണത്തിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിൻ്റെ തീർപ്പ് അന്തിമമാണ്. ഈ തീർപ്പിനാൽ വേട്ടയാടപ്പെടുന്ന ആളുകൾക്ക് അപ്പീൽ പോകാനുള്ള അവസരം ഉണ്ടാകണമെന്നാണ്. ഈ മുനമ്പം വിഷയത്തിൽ തന്നെ വഖഫ് ട്രൈബ്യൂണലിൻ്റെ അവകാശവാദത്തിനപ്പുറം ഹൈക്കോടതിയിലാണ് കേസുള്ളത്. ഹൈക്കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അപ്പോൾ അപ്പീൽ സാധ്യതയില്ലെങ്കിൽ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ കേസ് പോവുക? അപ്പോൾ സാധാരണ എന്താണ്, വാട്സപ്പ് ഫോർവേഡുകളിൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകളെ തൃപ്തിപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഈ വാട്സപ്പ് ഫോർവേഡുകളിൽ ഈ വിദ്വേഷ പ്രചാരണങ്ങളിൽ വശംവദനായി അങ്ങനെ സംസാരിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പോലും അതിൽ വ്യക്തത വരുന്നില്ല. അത് വ്യക്തത വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുനമ്പം വിഷയത്തിൽ ഒരു തീർപ്പുണ്ടായില്ലെങ്കിൽ UDFൻ്റെ 2 പ്രമുഖ എതിരാളികളുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം മുനമ്പമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മനസ്സിലാക്കി കരുതലോടെ ബാലൻസിങ് ആയി രാഷ്ട്രീയ കൃത്യതയോടെ നീങ്ങില്ലെങ്കിൽ ഈ മുനമ്പം വിഷയത്തിൻ്റെ തിരിച്ചടി ഏറ്റവും കൂടുതൽ കിട്ടുക UDFനായിരിക്കുമെന്ന് കേരള കോൺഗ്രസിന് ജോസഫ് വിഭാഗം, PJ ജോസഫും അപ്പു ജോൺ ജോസഫും ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജും മനസ്സിലാക്കേണ്ടതുണ്ട്. വേണോട്ട, BJPയുടെ തിടക്കവും ഫ്രാൻസിസ് ജോർജിൻ്റെ ഉരുളലും. ഞാനിതിൻ്റെ 3 വശമാണ് കാണുന്നത്. ഒന്ന്, ഈ മുനമ്പം വേദിയിൽ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ കാര്യം, പിന്നെ ഇന്ന് നമ്മളോട് അദ്ദേഹം വിശദീകരിച്ചത്. അതാദ്യം പറ്റിയൊരു അബദ്ധം, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന രൂപത്തിൽ വന്ന പ്രചാരണം, അതിനിന്ന് അദ്ദേഹം വ്യക്തത വരുത്തുന്നു. ഇങ്ങനെ ഈ രണ്ടിനെയും കാണാൻ കഴിയില്ല. രണ്ടും ഈ പറയുന്ന 2 രൂപത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ്. ആദ്യത്തേത് ഒരു ഇത്രയും വിപുലമായി ചർച്ച ചെയ്യപ്പെടില്ല എന്നുറപ്പുള്ളൊരു വേദിയിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനമാണ്. അത് കുറച്ച് സങ്കുചിതവുമായിരുന്നു. അവിടെ ഒരു MP എന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. ദുരിതമനുഭവിക്കുന്നൊരു ക്രിസ്ത്യാനി എന്ന രൂപത്തിലാണ്. ആ ഐക്യദാർഢ്യത്തിന് ഉണ്ടായൊരു തലം എന്ന് പറയുന്നത് ചുരുങ്ങിപ്പോയി. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവരെ അഭിമുഖീകരിക്കുമ്പോൾ ആ യഥാർത്ഥ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വരികയാണ്. ഒരു ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്ന ഒരു സംവിധാനത്തിന് ഒരു ഡ്രക്കോണിയൻ ലോയുടെ സ്വഭാവം എങ്ങനെ ആർജിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ തലം മാറി. ഈ പറയുന്ന വാക്കുകളൊന്നും എങ്ങനെയാണ് വരാൻ പോകുന്നത്, അതിൻ്റെ പ്രത്യാഘാതമെന്ന് അറിയാത്ത ആളല്ല ഫ്രാൻസിസ് ജോർജ്. ഡ്രക്കോണിയൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടണം. അത് ചോദ്യം ചെയ്യപ്പെടണമെന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മളോട് രണ്ടാമത് അദ്ദേഹം വിശദീകരിക്കുമ്പം അദ്ദേഹത്തോട് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അല്ല ഈ വഖഫും ഈ പറയുന്ന മുനമ്പവും രണ്ടല്ലേ? അല്ല എന്ന് തന്നെ ഫ്രാൻസിസ് ജോർജ് തിരുത്തുന്നുണ്ട്. അല്ല, അത് ഒന്നൊന്നുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഘടകത്തിലേക്ക് വരാം. ഒരാൾ ഒരു ചെറിയ വൃത്തത്തിൽ പലപ്പോഴും അവരുടെ സമുദായത്തിലെ ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളെപ്പറ്റി പ്രതികരിക്കുന്ന വിധം അത് സങ്കുചിതമാകുന്നു. പിന്നെ അത് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ ആ സ്ഥലം വളർന്നു, വിപുലമായി, കേരളമായി. അവിടെ ഇദ്ദേഹം MP ആയി. അപ്പോൾ ഇതൊരു വലിയ പൊരുത്തക്കേടാണ്. മുനമ്പത്തെ കത്തോലിക്കനിൽ നിന്ന് കേരളത്തിൻ്റെ MP എന്ന നിലയിലേക്കുള്ള സ്ഥലം മാറുമ്പോൾ നിലപാട് മാറ്റേണ്ടി വരികയാണ്. അപ്പോൾ പിന്നെ വളരെ വിശാലമായ നിലപാടായിട്ടാണ് ഇതിനെ പറയുന്നത്. ന്യൂനപക്ഷങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കണം. ഞാൻ അങ്ങനെ പറയുമെന്ന് കരുതുന്നുണ്ടോ? കാസ് അതിനെ ദുരുപയോഗം ചെയ്യുന്നു, BJP അതിനെ ദുരുപയോഗം ചെയ്യുന്നെങ്കിൽ എൻ്റെ ഈ വിശദീകരണത്തോടത് വ്യക്തമാകട്ടെ.
പിന്നെ അങ്ങനെ പ്രചാരണം നടത്താനുള്ളത് അവരുടെ അവകാശം, അത് നടക്കട്ടെ. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഏത് തരത്തിലുള്ള പ്രചാരണവും നടക്കുമല്ലോ, ദുഷ്പ്രചാരണം. പക്ഷേ നമ്മൾ ഈ കാര്യം വ്യക്തമാക്കി തന്നെയാണ് പോവുക. എൻ്റെ പാർട്ടിയുടെയും എൻ്റെയും നിലപാട് വ്യക്തമാണ്. ഞാൻ പാർലമെൻറ്റിലെത്തുമ്പോഴും എൻ്റെ നിലപാട് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനൊരു പരിശോധനാ ഫലത്തിന് നമ്മളോട് കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ 2 സന്ദർഭങ്ങളിൽ 2 പ്രവണതകൾ അദ്ദേഹത്തിലൂടെ പുറത്തു വന്നു എന്നത് വ്യക്തമാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ ഈ ചെറിയ വൃത്തത്തിൽ അദ്ദേഹത്തിൻ്റെ തനിനിറം വരുന്നു. രണ്ടാമത്, അതിൻ്റെ വിശാല വൃത്തത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ വലിയ മതേതര ന്യൂനപക്ഷ ഐക്യത്തിൻ്റെ ഒരു പ്രഭാഷകനായിട്ട് വരികയും ചെയ്യുന്നു. ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് അതിലൊരു ഇരുത്തം എന്ന പരിശോധന നടത്തേണ്ടത്. എന്തായാലും കള്ളി വെളിച്ചത്തായി 2 മുഖമുണ്ട് എന്നത് വ്യക്തമായി. അജിംസ് പറഞ്ഞതിന് ഞാനും അടിവരയിടുന്നു. ഫ്രാൻസിസ് ജോർജ് മാന്യരിൽ മാന്യനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിമർശനം. രണ്ടാമത്തെ കാര്യം, ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നല്ലോ. മുസ്ലിം സമുദായ സംഘടനകളുടെയൊക്കെ പിന്തുണയോടെ സാദിഖലി നടത്തിയ ഒരു ഔട്ട്റീച്ച്, അതിനൊരു പ്രശ്നമുണ്ട്. ആ ഔട്ട്റീച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശക്തൻ്റെ വിട്ടുവീഴ്ചയാണ്. അത് ദുർബലനെ സംബന്ധിച്ച് വിശ്വാസമാർജിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ കേരളത്തിൽ 2 ന്യൂനപക്ഷങ്ങളാണ്. അതിൽ പ്രഥമ പരിഗണന കിട്ടുന്ന ന്യൂനപക്ഷം മുസ്ലിങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ ന്യൂനപക്ഷമാണ് ഈ ക്രിസ്ത്യൻ വിഭാഗം. ഇത് ഒരു വലിയ ഏറ്റുമുട്ടലായിട്ട് അവർക്കുള്ളിലുണ്ട്. ഇപ്പോൾ നമ്മൾ പൊതുവിൽ പറയാറുണ്ടല്ലോ, കേരളത്തിൽ ഹിന്ദു മുസ്ലിം വിരോധമല്ല ഉള്ളത്, ക്രിസ്ത്യൻ മുസ്ലിം വിരോധമാണ് ഉള്ളത്. അതിൽ തന്നെ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനോടുള്ള വിരോധം ശക്തമാണ്. കാരണം ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രിസ്ത്യാനിക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം സംഘടിത ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ അപഹരിക്കുന്നു എന്നതാണ്. ഈ പറയുന്ന 80-20 വിഷയമൊക്കെ വന്നിട്ടുള്ളതാണല്ലോ നമ്മുടെ ഈ പാലോളി കമ്മിറ്റിയുമായൊക്കെ ബന്ധപ്പെട്ട്. അവിടെ തന്നെയാണ് BJP കണ്ണറിഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് യാദൃച്ഛികമല്ല, അല്ലെങ്കിൽ മുനമ്പവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളൊരു പൊരുത്തക്കേടല്ല ഇവർക്ക് ഇടയിലുള്ളത്, ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ളത് എന്ന കൃത്യമായ രാഷ്ട്രീയ കണ്ണോടെ BJP അതിനെ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശക്തൻ്റെ വിട്ടുവീഴ്ചയാണ്. ഈ മുനമ്പത്ത് ഞങ്ങളിങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് ഈ പറയുന്ന വിഭാഗങ്ങൾക്കെല്ലാം ഉണ്ട്. ഫ്രാൻസിസ് ജോർജ് പ്രതികരിക്കുന്ന വിഭാഗങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അതൊരു പരിഹാരമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഈ വഖഫിനെ അയാൾ സംശയിക്കുന്നത്, ട്രൈബ്യൂണലിനെ സംശയിക്കുന്നത്, പിന്നെ കോടതിയിലൂടെയാണ് ഇത് പരിഹരിക്കപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ എന്താ ശരി? ഇത്തരം മതനിയമങ്ങളല്ല വേണ്ടത്. അടിസ്ഥാനപരമായി രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് ഇവരെല്ലാം വിധേയപ്പെടണം. മോദി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണല്ലോ. വേറെ രൂപത്തിൽ നിയമത്തെ അദ്ദേഹം മാറ്റി എഴുതും, പിന്നെ ആ നിയമത്തെ എല്ലാവരും അനുസരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് കൃത്യമാണ് ആ താല്പര്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായി മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, അത് പിന്നെ കോടതിയിലെത്തുമ്പോൾ പിന്നെ ആ നിയമങ്ങൾ നടപ്പാക്കപ്പെടും. ഇതിനരു നിൽക്കുന്നൊരു പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ ഫ്രാൻസിസ് ജോർജ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് പറയുന്ന നിയമവും അത് നടപ്പാക്കാൻ പോകുന്ന കോടതിയുമൊക്കെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് നീതിയുടെ പീഠങ്ങളല്ല. ആ ബോധ്യം എന്തായാലും ഫ്രാൻസിസ് ജോർജിനില്ല. അത് മോദിയോട് യോജിച്ച് നിൽക്കുന്ന ബോധ്യമാണ് ഫ്രാൻസിസ് ജോർജ് പങ്കുവയ്ക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ സ്വയം ഒരു കാസയായി മാറുന്നുണ്ടോ ഫ്രാൻസിസ് ജോർജ് എന്ന് അദ്ദേഹം പരിശോധിക്കണം. കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് വിപുലമായി കേരളത്തിലെ ഒരു MP എന്ന നിലയിൽ സംസാരിച്ചുകൊണ്ട് മതേതരത്വം പറയുന്ന ഇതേ വ്യക്തി അവിടെ പോയിട്ട് വോട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡ്രക്കോണിയൻ കാര്യങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന നിലപാടുകാരനാണ്. അത് കേരളത്തിലെ കാസ കേന്ദ്രത്തിലെത്തുമ്പോൾ PC ജോർജായി മാറുന്നു. കേരളത്തിൽ നിന്നുകൊണ്ട് PC ജോർജ് കാസയെ തള്ളിപ്പറയും. മുനമ്പത്ത് ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജ് തള്ളിപ്പറയും. മുനമ്പത്ത് ഫ്രാൻസിസ് ജോർജും കാസയും ഒരേ കപ്പിൽ നിന്ന് തന്നെ ചായ കുടിക്കും. അപ്പോൾ ഇത് മുനമ്പവും കേന്ദ്രവും ആ 2 ഘട്ടത്തിൽ വരുമ്പോൾ ഒരേ തുലാസിൽ തന്നെ ഉള്ളവരായിരിക്കും ഫ്രാൻസിസ് ജോർജും കാസയും. ഞാൻ നീട്ടുന്നില്ല. മൂന്നാമത്തെ കാര്യം കൂടി, എന്തുകൊണ്ടാണ് ഈ തത്രപ്പാട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക്, അല്ലെങ്കിൽ PJ ജോസഫിൻ്റെ ഈ പറയുന്ന പാർട്ടിയിലെ കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജിന്? ഒറ്റ കാര്യം കൂടെ പറയാം. കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ശക്തമായ ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് ആഭ്യന്തരമായ തർക്കവിതർക്കങ്ങൾ ഉണ്ടായാലും ശക്തമായ MLA-മാരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ മന്ത്രിമാരുടെ പ്രാതിനിധ്യം, അത് കേരള കോൺഗ്രസുകളെക്കാൾ ശക്തമാണ് മുസ്ലിം ലീഗിന്. അതുകൊണ്ട് തന്നെ ഈ പരിഭ്രാന്തി എന്ന് പറയുന്നത് രാഷ്ട്രീയമായൊരു പരിഭ്രാന്തി കൂടിയാണ്. കാരണം ക്രിസ്ത്യൻ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഏക പാർട്ടിയല്ല PJ. മാണി കോൺഗ്രസ് ഉണ്ട്, മറ്റ് ചെറിയ കേരള കോൺഗ്രസുകളൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. എങ്കിലും ഒരു വലിയ ശക്തിയായി ഈ പറയുന്ന സഭയുടെ മുഴുവൻ വികാരത്തെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തിയായി, ഭരണത്തിൽ വരുമ്പോൾ അധികാര ശക്തിയായി മാറാനുള്ള കഴിവ് അവർക്കില്ല. അത് മുസ്ലിം ലീഗിനാണുള്ളത്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ അകത്തളത്തിൽ പറയുന്ന, അല്ലെങ്കിൽ മുനമ്പം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് പറയുന്ന കാര്യത്തിൽ ആ പരിഭ്രാന്തി എല്ലാ പിടിയും വിട്ട് ഫ്രാൻസിസ് ജോർജിൻ്റെ നാവിലൂടെ വരുന്നത്.
തീർച്ചയായും ഫ്രാൻസിസ് ജോർജ് തിരുത്തിയെങ്കിലും അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്, കുറെ കൂടി വ്യക്തത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണുള്ളത്.